സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് 20 മണ്ഡലങ്ങളിലായി 290 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം 8-ാം തീയതിയാണ്. കോട്ടയത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിന് 2 അപരന്മാരുണ്ട്. സിപിഎം പ്രാദേശിക നേതാവും അപരനായി പത്രിക നൽകിയിട്ടുണ്ട്. വടകരയിൽ കെ ശൈലജയ്ക്ക് 3-ഉം ഷാഫിക്ക് 3 അപരന്മാരാണുള്ളത്. കോഴിക്കോട്ടെ എൽഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്കും 3 വീതം അപരന്മാരുണ്ട്. എളമരം കരീമിന് വേണ്ടി ബൂത്ത് ലെവൽ ഓഫീസർ പ്രചാരണത്തിന് ഇറങ്ങിയതായി യുഡിഎഫ് പരാതിയും നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് കടക്കുമ്പോൾ വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. വി അരുൺ തിരുവനന്തപുരത്ത് നിന്നും, ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്നും, MS അനീഷ് കുമാർ കോഴിക്കോട് നിന്നും. ആദ്യം ജി ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. ഇന്ന് സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ആരുടെയൊക്കെ പത്രികകളാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിവരം നമുക്ക് ലഭ്യമാകും. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഞാൻ അല്പസമയം മുമ്പ് ഫ്രാൻസിസ് ജോർജിനൊപ്പമായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹന പ്രചരണത്തിലായിരുന്നു. അതായത് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കുകയായിരുന്നു. അതായത് കോട്ടയത്തെ 2 അപരന്മാരെ കുറിച്ചും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒരാൾ CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, ഫ്രാൻസിസ് ജോർജ് എന്ന പേരുള്ളയാൾ. അദ്ദേഹം കൂവപ്പള്ളിയാണ്, കാഞ്ഞിരപ്പള്ളിക്ക് സമീപം കൂവപ്പള്ളിയാണ് അദ്ദേഹത്തിന്റെ വീട് ഉള്ളത്. രണ്ടാമത്തെ ആൾ തൃശൂർ അഞ്ചേരി സ്വദേശിയാണ്. ഇത് കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ കമ്മിറ്റി, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നും ഫ്രാൻസിസ് ജോർജ് ആരോപിക്കുകയാണ്. അതായത് സാധാരണഗതിയിൽ അപരന്മാരായ പലരും വരാറുണ്ട്, പക്ഷെ അത് പാർട്ടി ചുമതലയിലുള്ളവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കോട്ടയത്ത് ഉയർന്നിരിക്കുന്ന ഒരു ഗുരുതരമായ ആരോപണം. സ്വാഭാവികമായും ഇത് പാർട്ടി അറിഞ്ഞാണ് ഇങ്ങനെ നിന്ന് പാർട്ടി സ്ഥാനാർത്ഥിയും സ്വാഭാവികമായി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി, കേരള കോൺഗ്രസ് എമ്മും CPMഉം ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. അറിയാതെയാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നതെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഫ്രാൻസിസ് ജോർജും ഒപ്പം തന്നെ DCC അധ്യക്ഷൻ നാട്ടകം സുരേഷും അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും അപരന്മാർ വലിയ ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് കോട്ടയത്ത് അതിശക്തമായ പോരാട്ടമാണ് കേരള കോൺഗ്രസുകൾ തമ്മിൽ നടക്കുന്നത്. അതിനിടെ ഫ്രാൻസിസ് ജോർജ് എന്ന പേര് തന്നെയുള്ള ആളുകൾ 2 പേർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ച് ചിഹ്നം ഇനിയും വരേണ്ടതുണ്ട്. പക്ഷെ അതൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ഇപ്പുറത്ത് 2-ലെ എല്ലാവർക്കും അറിയുന്ന ചിഹ്നവുമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ 2 പേരെ സ്വതന്ത്രരായി ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്, അപരന്മാരായി ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ തങ്ങൾക്ക് വെല്ലുവിളിയില്ല എന്ന് UDF ക്യാമ്പ് പറയുമ്പോഴും ഒരു പരിധിവരെ അത്തരം വെല്ലുവിളികൾ കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ UDF നേരിടുകയാണ്. ശരി, ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.